ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി കുറേ നാളുകൾക്ക് ശേഷം ഒരു റെസിപ്പിയായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇതൊരു ചിക്കൻ ലിവർ പെപ്പർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. റോസ്റ്റ് ഫ്രൈ അങ്ങനെ എന്ത് വേണേലും പറയാം. അപ്പോൾ അതിന് ഞാൻ ഇതിൻ്റെ അകത്ത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത ലിവറിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതേ കണക്കിന് തന്നെ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് ഒരു അരമണിക്കൂറോളം മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതാണ് ആവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ കുറച്ച് കൂടുമ്പോൾ നല്ല ടേസ്റ്റ് കൂടും. ഞാൻ ഇതിൻ്റെ അകത്തൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ ഫെനൽ സീഡ് ഇട്ട് നല്ലപോലെ ഒന്ന് മൂത്തതിന് ശേഷം ചെറിയുള്ളി നൈസായിട്ട് അരിഞ്ഞതും, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നല്ല ഒരു ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ ഉള്ളി ഒന്ന് നന്നായിട്ട് വാട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്ത് അതിനൊന്ന് നല്ലപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്ന ആ ടൈം വരെ വാട്ടി കൊടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത്, അതും അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി കുറച്ചെടുത്താൽ മതിയോ, കൂടുതൽ ഇഞ്ചി വന്നു കഴിഞ്ഞാൽ ഇഞ്ചിയുടേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അത് മുന്നിൽ നിൽക്കും. അപ്പോൾ അത് കുറച്ച് വെളുത്തുള്ളി കൂടുതൽ എടുത്തിട്ട് നമുക്ക് ഇഞ്ചി കുറച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ലിവർ അതിലേക്ക് ഇട്ട് കൊടുത്ത്, ഈ ലിവർ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഫ്ലെയിം ഒന്ന് നല്ല ഇതിൽ വെക്കുക. ഓക്കെ, ഹൈ ഫ്ലെയിമായിട്ട് വെക്കുക. കാരണം ആ ഒരു ഹൈ ഫ്ലെയിമിൽ കുറച്ചൊരു 10 മിനിറ്റ്സ് നന്നായിട്ട് ആ ഒരു മസാലയിൽ കിടന്ന് ഒന്ന് നല്ലപോലെ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒരു കുക്ക്ഡായിട്ട് വരുന്ന ഒരു കളറിലേക്ക് മാറുമല്ലോ. അപ്പോൾ ആ ഒരു കളറിലേക്ക് മാറുന്നത് വരെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യണം. ആ സമയത്ത് ഓൾറെഡി ഇതിൽ ഉപ്പുണ്ട്, അപ്പം ഇപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട, നല്ലപോലെ ഒന്ന് കുക്കാവട്ടെ. അങ്ങനെ നമ്മൾ ഒരു 10 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ല ഇളക്കി കൊടുക്കുക. ഒരു വിഗറസായിട്ട് ഇളക്കണ്ട, ഒന്ന് ഞാനിപ്പോൾ ഇത് സ്പീഡിൽ ഇട്ടേക്കുന്നുണ്ട് അങ്ങനെ തോന്നും, വേണ്ട, ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ മസാല എല്ലാം പിടിച്ചു വരുന്നതിന് ശേഷം നമുക്ക് അതിനെ നല്ലപോലെ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. മീഡിയം ലോ ബിറ്റ്വീനായിട്ട് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് പൊതുവേ ലിവറിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ ഇവിടെ ഇക്കാൻ നല്ല ഇഷ്ടമാണ്, മോനും ഇഷ്ടമില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ തിരികെ കഴിക്കേണ്ടതില്ല, പക്ഷേ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. നമുക്ക് ബ്ലഡ് ഉണ്ടാകാൻ ഏറ്റവും നല്ല സാധനം, പെട്ടെന്ന് ബ്ലഡ് ഉണ്ടാകാൻ ഏറ്റവും നല്ല സാധനം ലിവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളതിനെ അടച്ചു വെച്ച് കൊടുത്തു. ഇനി അതിരിക്കട്ടെ, ഒരു 10 മിനിറ്റ്സ് അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിരിക്കട്ടെ. അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കി. അപ്പം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പം ലിവർ കുക്ക് ചെയ്ത് വരുമ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ലപോലെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ചുകൂടെ ഞാൻ പെപ്പർ ഒരു 2 ടീസ്പൂണോളം പെപ്പർ ഇട്ട് കൊടുത്തു. ഫെനൽ സീഡിൻ്റെ പൗഡറാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതും നല്ലപോലെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ വെള്ളം എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം, മസാല എല്ലാം കറക്റ്റാണോ അല്ലയോ ഒന്ന് നോക്കാം. പിന്നെ വേണമെങ്കിൽ ഓയിൽ ഈ ടൈമിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിതിനകത്ത് ഒരു 1/2 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം മസാല എല്ലാം ഒന്ന് കറക്റ്റായിട്ട് അതിലേക്ക് പിടിക്കുക. അതിൻ്റെ അകത്ത് വീഡിയോയിൽ വന്നിട്ടില്ല, പക്ഷേ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിയില, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നന്നായിട്ട് എല്ലാം പിടിച്ച് നല്ല സെറ്റായിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ലിവർ ഫ്രൈ ആണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഏറ്റവും നല്ല സാധനമാണ്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.